നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഹൃദയം പറിച്ചെടുക്കും പോലെ തെങ്ങിൽ നിന്ന് ഇളനീരും തേങ്ങയും പറിച്ചെടുത്ത് വലിച്ചെറിയുന്ന വാനരക്കൂട്ടം ഭീഷണിയായപ്പോൾ വിലങ്ങാട് വാളൂക്കിലെ പുൽപ്പള്ളി ജോഷിക്ക് മുന്നിൽ മറ്റു വഴിയൊന്നും തെളിഞ്ഞില്ല. കായ്ക്കുന്ന 18 തെങ്ങിന്റെ തലഭാഗം പൂർണ്ണമായും മുറിച്ചു നീക്കി. തേങ്ങയ്ക്ക് റെക്കോർഡ് വില കിട്ടുന്ന സമയത്താണ് ജോഷിക്ക് ഈ കടുങ്കൈ ചെയ്യേണ്ടി വന്നത്. ഇനി ശേഷിക്കുന്നത് 6 തെങ്ങ് മാത്രം. ഇവ വീട്ടിൽ നിന്ന് കുറച്ചു മാറിയാണ്. ജീവനല്ലേ പ്രധാനം, അല്ലാതെ തേങ്ങയല്ലല്ലോ. വീട്ടുകാർക്ക് തേങ്ങ കൊണ്ട് ഏറ് കിട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നിസ്സഹായത ഓളം വെട്ടുന്ന ജോഷിയുടെ വാക്കുകളിൽ തെളിയുന്നത് വന്യമൃഗശല്യത്തിന്റെ നേർചിത്രം. നരിപ്പറ്റ പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് പുൽപ്പള്ളി ജോഷിയുടെ വീട്. തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, ജാതി, മരച്ചീനി തുടങ്ങിയവ കൃഷി ചെയ്താണ് ഉപജീവനം. കാട്ടുപന്നിയും കുരങ്ങും കൃഷി നശിപ്പിക്കുന്നത് പതിവാക്കിയതോടെ കൃഷി നിർത്തി കാടുവെട്ടുന്ന ജോലിക്കിറങ്ങി. മുൻപൊക്കെ തെങ്ങിൽ നിന്ന് ഇഷ്ടം പോലെ തേങ്ങ കിട്ടിയിരുന്നു. കുരങ്ങ് ശല്യം രൂക്ഷമായതോടെ 6 മാസത്തിലൊരിക്കൽ തെങ്ങ് കയറിയാൽ കൂലി കൊടുക്കാൻ പോലും തേങ്ങ കിട്ടില്ല. പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ വാനരക്കൂട്ടം തെങ്ങിൽ കയറി തേങ്ങയും ഇളനീരുമെല്ലാം പറിക്കും. ഈ തേങ്ങയും ഇളനീരും വീട്ടുകാർക്ക് നേരെ എറിയാൻ തുടങ്ങിയതോടെ ഭാര്യയ്ക്കും മക്കൾക്കുമൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി. 2 കുട്ടികളുമുണ്ട് വീട്ടിൽ. ഇവരെ കണ്ടാൽ ഇളനീരിന്റെ തൊണ്ട് വലിച്ചെറിയും. ഭാര്യ തൊഴിലുറപ്പിന് പോകുന്നത് കൊണ്ട് കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കാൻ കഴിയില്ല. താൻ വീട്ടിലുണ്ടാകുമ്പോൾ കുരങ്ങന്മാർ ശല്യം ചെയ്യാറില്ലെന്ന് ജോഷി പറഞ്ഞു. എന്നാൽ കുരങ്ങ് വരുന്നതും നോക്കി വീട്ടിലിരുന്നാൽ ഉപജീവനം മുട്ടും. റോഡിൽ കൂടി ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരും ഭയത്തോടെയാണ് യാത്ര ചെയ്യാറ്. വീട്ടുമുറ്റത്തെ തെങ്ങിൽ നിന്ന് കുരങ്ങ് റോഡിലേക്കും തേങ്ങ പറിച്ചെറിയും. സ്വസ്ഥത നഷ്ടമായതോടെയാണ് നല്ല കായ്ഫലം തരുന്ന 18 തെങ്ങുകളുടെയും ഓലയും കുലയും വെട്ടിമാറ്റിയത്. കുരങ്ങ് ശല്യം കാരണം തെങ്ങ് കൃഷി ചെയ്യാൻ പറ്റുന്നില്ലെന്ന് കാണിച്ച് കുറ്റ്യാടി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ അപേക്ഷ നൽകിയിരുന്നു. കുരങ്ങ് ശല്യം കാരണം തെങ്ങ് കൃഷി ചെയ്യാൻ പറ്റുന്നില്ലെന്ന് കാണിച്ച് കുറ്റ്യാടി ഫോറസ്റ്റ് ഓഫീസിൽ മുൻപ് അപേക്ഷ നൽകിയിരുന്നു. അന്ന് 4000 രൂപ സഹായധനം കിട്ടി. പിന്നീട് ഒരു സഹായവുമില്ല. വാനരശല്യം തടയാൻ നടപടിയുമില്ല. കുരങ്ങ് ശല്യം നിയന്ത്രിക്കാൻ സർക്കാർ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ജോഷിക്ക് പറയാനുള്ളത്. വിലങ്ങാട്, വാളൂക്ക് മേഖലയിലെ ഒട്ടേറെ കർഷകർ വന്യമൃഗശല്യത്താൽ വലിയ ദുരിതത്തിലാണ്. പന്നി, കാട്ടുപോത്ത്, മുള്ളൻ പന്നി, ആന എന്നിവയുടെ ശല്യം കാരണം ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അദ്ദേഹം നിരാശ കലർന്ന വേദനയോടെ പറയുന്നു.